പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് KN ആനന്ദകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ്? ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലാണ്. സ്വകാര്യ ആശുപത്രിയിലാണ് ആനന്ദകുമാറിനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരു മണിക്കൂർ മുമ്പെയാണ് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഈ നടപടി. ഇവിടെ ഇപ്പോൾ ഈ കാർഡിയോളജി ICU വിഭാഗത്തിലാണ് ഈ ആനന്ദകുമാറിനെ പ്രവേശിച്ചിരിക്കുന്നത്. ഇയാളുടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്, ഇയാളെ കസ്റ്റഡിയിലെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന് പ്രതിയുമായി സ്ഥലത്തേക്ക്, അതായത് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരുടെ ഒരു വിശദമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ, ആരോഗ്യനില പൂർണ്ണമായി സ്റ്റേബിൾ ആയതിനു ശേഷമേ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കണ്ണൂരിലായിരുന്നു ആനന്ദകുമാറിനെതിരെ ആദ്യത്തെ FIR ഇടുന്നത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സമീപിച്ചത്. പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിന്റെ വിശദമായ റിപ്പോർട്ട് കിട്ടാത്തതിന് പിന്നാലെ ഈ 2-3 തവണ ഈ സെഷൻസ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നായിരുന്നു വീണ്ടും അത് പരിഗണിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വാദിച്ചത് ഈ കേസിൽ ആനന്ദകുമാറിന് പ്രധാന പങ്കുണ്ട്. ആനന്ദകുമാറിന്റെ സായി ട്രസ്റ്റ് വഴി 1.7 കോടി രൂപ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യപ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണനെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് ആനന്ദകുമാറാണ്. കൂടാതെ തന്നെ ഈ പല NGOകളും തുടങ്ങാൻ നേതൃത്വം നൽകിയത് ആനന്ദകുമാറാണ്. അതുകൊണ്ട് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് അറസ്റ്റ് തടയരുതെന്നായിരുന്നു കോടതിയോട് ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെ തന്നെ പോലീസ് നടപടിയെടുക്കുകയായിരുന്നു. നിലവിൽ എന്തായാലും എറണാകുളത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം മൂവാറ്റുപുഴയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് ക്രൈംബ്രാഞ്ച് സംഘം അക്കാര്യത്തിൽ, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പിന്നീട് ഡോക്ടർമാരുടെ വിശദമായ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. യെസ്, ശരി. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.